ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പിങ്ക് പെറ്റൽസിൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അല്പം വ്യത്യസ്തമായ രുചിയോട് കൂടി ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയിട്ട് എന്ത് ഇൻഗ്രീഡിയൻ്റാണ് ഞാൻ ഈ കേക്കിൽ ചേർത്തതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടി നോക്കാം. ആദ്യം നമുക്ക് കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1.5 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വെറൈറ്റി ആയിട്ടൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ചേർത്തത്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കൂട്ടിലേക്ക് 1.5 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് അരിച്ചെടുക്കാം. നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ 2 മുട്ടയുടെ മഞ്ഞ മാത്രം ചേർക്കുകയാണ്. ഇനി ഒരു മുട്ട ഫുള്ളായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ കേക്കിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് വീതം ഈ മുട്ടയിലേക്ക് ചേർത്ത് കൊടുത്ത് മുട്ടയും പഞ്ചസാരയും കൂടി നല്ല ക്രീം പരുവമാകുന്നത് വരെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ പഞ്ചസാര നന്നായിട്ട് അലിയുന്നത് വരെ നമ്മൾ നല്ലവണ്ണം ബീറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാലേ കേക്ക് നല്ല രീതിയിലായി കിട്ടും. പഞ്ചസാരയും മുട്ടയും കൂടി നല്ല ക്രീം പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി 1/2 കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് വീതം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ബട്ടർ തന്നെ വേണമെന്നില്ല. ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടോ നമുക്ക് കേക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി ഈ കൂട്ടിലേക്ക് നമ്മുടെ അരിച്ചു വച്ചിരിക്കുന്ന പൊടികൾ കുറച്ച് വീതം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിന് ബീറ്റർ ഉപയോഗിക്കേണ്ട, സ്പാറ്റുല വെച്ചിട്ട് പതുക്കെ ഇളക്കി ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ചേർക്കാൻ ഞാൻ 1/2 കപ്പ് തിക്ക് കോഫി സിറപ്പ് എടുത്തിട്ടുണ്ട്. അതുകൂടി പൊടി ചേർക്കുന്നതിൻ്റെ ഇടയ്ക്ക് അല്പം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. കോഫി എടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ എടുക്കുക. എന്നാൽ മാത്രമേ കോഫിയുടെ ടേസ്റ്റ് നമ്മുടെ കേക്കിന് കിട്ടൂ.
പൊടിയും കോഫി സിറപ്പും തീരുന്നത് വരെ നമുക്കിങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ബാറ്ററിന് ലൂസ് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്പം പാൽ കൂടി ചേർത്ത് കൊടുത്താൽ മതി. കറക്റ്റ് കൺസിസ്റ്റൻസി എത്തുന്നത് വരെ പാകമാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മയം തൂത്ത കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നേരത്തെ ചൂടാക്കിയിട്ടിരിക്കുന്ന ഓവനിലേക്ക് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. 180 ഡിഗ്രിയിൽ ഒരു 40-45 മിനിറ്റ്സ് വേണ്ടി വരും കേക്ക് പാകമായി കിട്ടാൻ. ഒരു 45 മിനിറ്റ്സ് ആയപ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കോഫിയുടെയും ഗരം മസാലയുടെയും കറുകപ്പട്ടപ്പൊടിയും എല്ലാം കൂടി ചേർന്നിട്ട് നല്ല വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് ഈ കേക്കിനുള്ളത്. ഈ കേക്ക് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക, ഷെയർ ചെയ്യുകയും ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.